ഹായ് ഓൾ. സോ നമുക്ക് ഈ വീഡിയോയിൽ റെക്കറൻസ് റിലേഷൻ ഫോർ സെൻട്രൽ മൊമെന്റ്സ് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ഫോർമുല, ഡെഫിനിഷൻ, പിന്നെ മീൻ, വേരിയൻസ്, MGF ഒക്കെ പറഞ്ഞു നിർത്തി. അപ്പൊ ഇനി നമുക്ക് റെക്കറൻസ് റിലേഷൻ നോക്കാം. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾ സെൻട്രൽ മൊമെന്റ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ഇതാണ്. അപ്പൊ നമുക്ക് എക്സാമിന് ഇത് നമ്മൾ ആ ഫോർമുല നമ്മൾ എങ്ങനെയാണ് ഡിറൈവ് ചെയ്തതെന്നാ ചോദിക്കുക. അതിന്റെ ഡെറിവേഷൻ ആയിരിക്കും നമ്മളോട് ചോദിക്കുക, അല്ലെങ്കിൽ അത് എങ്ങനെ ആ ഫോർമുല പ്രൂവ് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതാണ് ഇന്നത്തെ വീഡിയോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ റെക്കറൻസ് റിലേഷൻ എന്ന് പറയുന്നത്. മ്യൂ ആർ പ്ലസ് 1 is equal to PQ into D by DP മ്യൂ ആർ പ്ലസ് NR into മ്യൂ ആർ മൈനസ് 1. ഇത് മ്യൂ ആർ മൈനസ് 1 ആണ്, കൺഫ്യൂഷൻ വേണ്ട. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സാമിന് നമ്മളോട് പറയാ ഈ ഇക്വേഷൻ പ്രൂവ് ചെയ്യാനായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമായിരിക്കും ചോദിക്കുക. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ഡെറിവേഷനിലേക്ക് പോവാം. അപ്പൊ ഡെറിവേഷന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫൈൻഡ് ചെയ്യുന്നത് ഈ ടേം ആണ്. ഈ ടേം D by DP of മ്യൂ ആർ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം എന്ത് വേണം? മ്യൂ ആർ ഫൈൻഡ് ചെയ്യണം. അപ്പൊ മ്യൂ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർത്ത് സെൻട്രൽ മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് അത് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ നോക്കാം. അപ്പൊ മ്യൂ ആർ എന്ന് പറയുന്നത് ആർത്ത് സെൻട്രൽ മൊമെന്റ് ആണ്. അതിന്റെ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ്പെക്ടേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ റേസ് ടു ആർ ആണ് ആർത്ത് സെൻട്രൽ മൊമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ റേസ് ടു ആർ, അതാണ് ആർത്ത് സെൻട്രൽ മൊമെന്റ്. അപ്പൊ ഇതില് നമുക്കിപ്പം സപ്പോസ് ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആയിരുന്നു എന്ന് വെക്കാം. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ എഴുതുക? സിഗ്മ എക്സ് ഇൻറ്റു പി ഓഫ് എക്സ്, അങ്ങനെയല്ലേ എഴുതാം. പക്ഷെ ഇപ്പൊ ഇവിടെ ഈ കേസിൽ നമുക്ക് എന്താണ്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ റേസ് ടു ആർ ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ റേസ് ടു ആർ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇനി നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസാണ്. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ എക്സ് ബാർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ബാർ എന്ന് വെച്ചാൽ എന്താ ജനറലി മീൻ ചെയ്യുന്ന? മീൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്താണ്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. NP ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് എന്താണ്? നമ്മൾ ആദ്യം പഠിച്ച കാര്യം. എഫ് ഓഫ് എക്സും പി ഓഫ് എക്സും സെയിം ആണല്ലോ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? NCX ഇൻറ്റു P raised to x into Q raised to n minus x. ഓക്കെ, അപ്പൊ ഇതാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത്. മീൻ എന്ന് പറയുന്നത് NP. അപ്പൊ നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പൊ മ്യൂ ആർ എന്ന് പറയുന്നത് സിഗ്മ എക്സ് മൈനസ് NP ദ ഹോൾ റേസ് ടു ആർ ഇൻറ്റു NCX ഇൻറ്റു P റേസ് ടു എക്സ് ഇൻറ്റു Q റേസ് ടു n മൈനസ് എക്സ്. അപ്പൊ നമുക്ക് മ്യൂ ആർ എന്നുള്ളതിന്റെ ഇത് കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ എന്നുള്ള രീതിയിൽ കണക്കാക്കാം. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളിപ്പോ കണ്ടുപിടിച്ച മ്യൂ ആറിനെ ആ ഇക്വേഷൻ നമുക്ക് ഡെറിവേറ്റ് ചെയ്യണം. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന കുറച്ച് ഡെറിവേഷന്റെ ഇക്വേഷൻസ് ഞാൻ പറഞ്ഞുതരാം. ഇത് നമ്മൾ ഇനി ഡെറിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ആവശ്യം വരും, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ എല്ലാം വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് എടുക്കുന്നത്. അപ്പൊ ഒരു കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? 0 ആണ്. ഓക്കെ, അത് പഠിക്കുക. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 1 ആണ്. ഇപ്പം സപ്പോസ് ഡെറിവേറ്റീവ് ഓഫ് പി വിത്ത് റെസ്പെക്ട് ടു പി ആണെങ്കിൽ എന്ത് വരും? 1 വരും. അങ്ങനെ. ഓക്കെ, ദെൻ അടുത്തത് തേർഡ് വൺ ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് എന്ന് പറയുന്ന ഒരു ഫോമിലുള്ള ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ ഇത് കോൺസ്റ്റന്റ് അങ്ങനെ തന്നെ എഴുതണം. അതായത് എ അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണ്? 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ എന്ന് തന്നെ വാല്യൂ കിട്ടും. ഈ ഫോം ഒന്ന് പഠിച്ചു വെക്കാം. ദെൻ ഫോർത്ത് വൺ ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു എൻ എന്ന് പറയുന്ന ഒരു ഫോമിലാണെന്ന് വെച്ചോ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഈ n ഇൻറ്റു എക്സ് ദ റേസ് ടു ഈ n പവറിൽ നിന്ന് ഒരു വാല്യൂ കുറയ്ക്കാം. ഈ ഫോമും നമ്മൾ ഫെമിലിയർ ആയിട്ട് വെക്കണം. എങ്ങനെ വരും? d by dx ഓഫ് എക്സ് റേസ് ടു n എന്നുള്ള ഫോമിലാണെങ്കിൽ n ഇൻറ്റു എക്സ് റേസ് ടു n മൈനസ് 1 ഇങ്ങനെ വരണം. ഓക്കെ, അപ്പൊ ഈ 4 ഫോർമുലാസ് നമുക്ക് ഇവിടെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് നോക്കി വെക്കാം.
അപ്പൊ നമുക്കിനി ഡെറിവേറ്റ് ചെയ്യാം. നമുക്ക് എന്താ ഡെറിവേറ്റ് ചെയ്യേണ്ടത്? മ്യൂ ആർ വിത്ത് റെസ്പെക്ട് ടു പി ആണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നേരത്തെ മ്യൂ ആറിന്റെ ഇക്വേഷൻ കിട്ടിയല്ലോ, നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് ഡിനോട്ട് ചെയ്ത ആ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യുക? പിയുടെ വാല്യൂ, പി വേരിയബിൾ വരുന്ന ഫങ്ഷൻസ് മാത്രം ഇങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ബാക്കി അതിൽ NCX പുറത്തെടുത്തിട്ടുണ്ട്, സിഗ്മ NCX. അപ്പൊ നമുക്ക് ഇനി ഡെറിവേറ്റ് ചെയ്യുമ്പം ഇത്രയും വാല്യൂസ് ഡെറിവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, ഇവിടെ എത്ര ഫങ്ഷൻസ് ഉണ്ട്? 3 ഫങ്ഷൻസ് ഉണ്ട്. അതായത് ഇതൊരു ഫംഗ്ഷൻ എക്സ് മൈനസ് എൻ പി ദ ഹോൾ റേസ് ടു ആർ അതൊരു ഫംഗ്ഷൻ, പി റേസ് ടു എക്സ് ഒരു ഫംഗ്ഷൻ, 1 മൈനസ് പി ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് ഒരു ഫംഗ്ഷൻ. അപ്പൊ അങ്ങനെ ടോട്ടൽ 3 ഫംഗ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇത് 3നെയും കൂടെ വിത്ത് റെസ്പെക്ട് ടു പി ഡെറിവേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെ വരുമ്പം നമുക്ക് 3 ഫംഗ്ഷൻസിന്റെ ഡെറിവേഷന്റെ ഇക്വേഷൻ ആണിത്. ഇവിടെ ഇതെങ്ങനെയാന്ന് വെച്ചാല്, ഇപ്പൊ സപ്പോസ് യു വി ഡബ്ല്യു ഇത് 3 ഫംഗ്ഷൻസ് ആണെന്ന് വെക്കാം. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് കാണാം, അതാണ് ഇവിടെ യു ഡാഷ്. ബാക്കി 2 ഫംഗ്ഷൻ വിയും ഡബ്ല്യൂയും അതുപോലെ തന്നെ എഴുതാം. ഇനി പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷനും ലാസ്റ്റ് ഫംഗ്ഷനും അങ്ങനെ തന്നെ വെക്കുക. സെക്കൻഡ് വണ്ണിനെ നമ്മൾ എന്ത് ചെയ്യുക? ഡെറിവേറ്റ് ചെയ്യുക. കണ്ടോ, വി ഡാഷ്. അതുപോലെ തന്നെ പ്ലസ് ഇനി ഫസ്റ്റ് 2 വെറുതെ അതുപോലെ തന്നെ എടുത്തെഴുതുക. തേർഡ് വണ്ണിനെ ഡെറിവേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് ഡബ്ല്യു ഡാഷ്. അപ്പൊ ആ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റ് ചെയ്യേണ്ടത് ഇതിനെയാണ് എക്സ് മൈനസ് എൻ പി ദ ഹോൾ റേസ് ടു ആർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്കിത് ഡെറിവേറ്റ് ചെയ്യാനായിട്ട് ഇത് എന്ത് ഫോമിലാണെന്ന് നോക്കി. നമ്മൾ ഇത്രയും മുമ്പ് ഡെറിവേഷന്റെ ഇക്വേഷൻസ് പറഞ്ഞില്ലേ, അതിൽ ഏതെങ്കിലും ഒരു ഫോമായിട്ട് ഇത് ഫെമിലിയർ ആണോ? ലൈക്ക് റിസംബിൾ ചെയ്യുന്നുണ്ടോ? ഏതാണ്? എക്സ് റേസ് ടു എൻ, ആ ഫോമിലല്ലേ ഈ ഫംഗ്ഷൻ കിടക്കുന്നത്? എക്സ് റേസ് ടു എൻ. ഇതിപ്പോ ഈ എക്സ് മൈനസ് എൻ പി എന്നുള്ളത് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പൊ എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമിലല്ലേ, ഇതിപ്പോ എക്സ് റേസ് ടു ആർ. അപ്പൊ നമ്മൾ എന്താ, എക്സ് റേസ് ടു എൻ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാ ചെയ്യണേ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 ആ ചെയ്യണേ. അപ്പൊ സെയിം ഇവിടെ എങ്ങനെ വരും? ആർ ഇൻറ്റു ആർ ഇൻറ്റു എക്സ് മൈനസ് എൻ പി. ആർ ഇൻറ്റു എക്സ് അല്ലേ വരേണ്ടത്. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർ ഇൻറ്റു എക്സ് മൈനസ് എൻ പി ദ ഹോൾ റേസ് ടു പവറിൽ നിന്ന് ഒരു 1 മൈനസ് ചെയ്യാം, ആർ മൈനസ് 1. ഇനി ഇവിടെ ഉള്ളിൽ ഒരു ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഇൻറ്റു അതിന്റെ ഡെറിവേറ്റീവ് കൂടെ ചെയ്യണം. എക്സ് മൈനസ് എൻ പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പി ആണ്, ആ കാര്യം വിട്ടുപോകരുത്, വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എന്ത് വരും? ഇവിടെ എക്സ് കോൺസ്റ്റന്റ് ആണ്, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എന്താണ്? 0 ആണ്. അപ്പം അത് 0 ആയി. പിന്നെ മൈനസ് എൻ പിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു പി ആണ്. അപ്പൊ മൈനസ് എന്നുള്ളത് അങ്ങനെ തന്നെ എഴുതി. നമ്മൾ നേരത്തെ പറഞ്ഞ എ എക്സ് എന്നുള്ള ഫോം ഓർക്കല്ലേ? അതെങ്ങനെയാ നമ്മൾ ചെയ്തത്? ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് എന്താണ്? എ അങ്ങനെ തന്നെ നിൽക്കും, എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആയതുകൊണ്ട് നമ്മൾ 1 ഇട്ടു. അപ്പൊ ഇവിടെ പി വിത്ത് റെസ്പെക്ട് ടു പി ആയതുകൊണ്ട് എന്ത് വരും? 1 വരും. അപ്പൊ മൈനസ് എൻ ഇൻറ്റു 1. അപ്പൊ എന്ത് തന്നെ വരും? മൈനസ് എൻ എന്ന് തന്നെ വരും. അപ്പൊ ഫസ്റ്റ് ടേമിന്റെ ഡെറിവേറ്റീവ് നമ്മൾ കണ്ടു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് രണ്ടും അതുപോലെ തന്നെ എടുത്തെഴുതാം. കണ്ടോ, പി റേസ് ടു എക്സ് ഇൻറ്റു 1 മൈനസ് പി ദ ഹോൾ റേസ് ടു എൻ മൈനസ് എക്സ് അങ്ങനെ തന്നെ എഴുതി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ ടേമിനെ ഡെറിവേറ്റ് ചെയ്യണം. അപ്പൊ അത് ഡെറിവേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? അത് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ ബാക്കിയുള്ള 2 ടേം നമുക്കൊന്നും ചെയ്യണ്ട. അപ്പൊ നമ്മൾ ആദ്യം ഈ ടേം അതുപോലെ തന്നെ എടുത്തെഴുതി. ഇനി നമ്മൾ ഈ പി റേസ് ടു എക്സ് എന്നുള്ളതിനെ ഡെറിവേറ്റ് ചെയ്ത് എഴുതാൻ പോവാണ്. പി റേസ് ടു എക്സ് ഏത് ഫോമിലാണ്? ഈ സെയിം ഫോമിലല്ലേ, എക്സ് റേസ് ടു എൻ എന്നുള്ള ഫോമില. എക്സ് റേസ് ടു എൻ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ? എൻ ഇൻറ്റു എക്സ് റേസ് ടു എൻ മൈനസ് 1 എന്ന് എഴുതിയേനെ. അപ്പൊ പി റേസ് ടു എക്സ് ആണെങ്കിൽ എക്സ് ഇൻറ്റു പി റേസ് ടു എക്സ് മൈനസ് 1 എന്ന് എഴുതും. ഈസി അല്ലേ? അത് ഈസി സ്റ്റെപ്പാണ്, ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ സ്റ്റെപ്പാണ്. പിന്നെ അപ്പൊ നമ്മൾ അതിന്റെ ഡെറിവേറ്റീവ് കണ്ടു. ഇനി നമ്മൾ എന്താ, തേർഡ് ടേമിനെ അതുപോലെ തന്നെ താഴേക്ക് എടുത്തെഴുതാം, അതിനൊന്നും ചെയ്യണ്ട. സെക്കൻഡ് ടേം മാത്രമാണ് നമ്മൾ ഡെറിവേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പും കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ഈ തേർഡ് ടേം ആണ്. ഇതിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യണം. അപ്പൊ തേർഡ് ഫംഗ്ഷൻ ഡെറിവേറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പുള്ള 2 ഫംഗ്ഷൻ നമുക്ക് അതുപോലെ തന്നെ എഴുതാം. അപ്പൊ ഇത് നമ്മൾ അതുപോലെ തന്നെ താഴേക്ക് എഴുതി. അതുപോലെ തന്നെ നെക്സ്റ്റ് പി ഓഫ് എക്സ് അതുപോലെ തന്നെ എഴുതി. അതിന് രണ്ടിനും മാറ്റില്ല. ഇനി നമ്മൾ ഈ ടേം, അതായത് ലാസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഡെറിവേറ്റ് ചെയ്യാൻ പോവാണ്.
1 minus p the whole raised to n minus 6. ഇത് സെയിം ഈ ഫോമിലല്ലേ നോക്കി, x raised to n എന്നുള്ള ഫോമിലാണ്. ഇവിടെ ഈ 1 minus p യുടെ സ്ഥാനത്ത് x ആയിരുന്നു എന്ന് അസ്യൂം ചെയ്യാം. അപ്പൊ നമുക്കിത് x raised to n എന്നുള്ള ഫോമിൽ എഴുതാൻ പാടില്ലേ? അപ്പൊ n എന്നുള്ളിടത്ത് എന്താ വന്നിരിക്കുന്നത്? n minus 6. അപ്പൊ x raised to n ആണെങ്കിൽ എന്താ വരിക? n into x raised to n minus 1. അപ്പൊ ഇവിടെ n ന്റെ സ്ഥാനത്ത് n minus x ആണ്. അപ്പൊ നമ്മള് n minus x into എന്താ വരിക? x ന്റെ ഇവിടെ എന്താണ്? 1 minus p. അപ്പം n minus x കണ്ടോ? n minus x into 1 minus p the whole raised to പവറിൽ നിന്ന് ഒന്ന് കുറയ്ക്കുക, n minus x minus 1. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടെ ഒന്ന് ഇരുത്തി ആലോചിക്കുക. അതായത് 1 minus p the whole raised to n minus x ആണ്. ഇത് x raised to n എന്നുള്ള ഫോമിലാണ്. അപ്പൊ x raised to n എന്നുള്ള ഫോമിലാണ് നമ്മൾ ഡെറിവേറ്റീവ് എങ്ങനെ എഴുതുക? n into x raised to n minus 1. അപ്പൊ ഇവിടെ ഇങ്ങനെ വരും n minus x into 1 minus p the whole raised to n minus x minus 1 എന്ന് വരും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ ഉള്ളില് ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു ഇതിന്റെ ഡെറിവേറ്റീവ് 1 minus p യുടെ ഡെറിവേറ്റീവ് എന്താണ്? വിത്ത് റെസ്പെക്ട് ടു p ആണ്. അപ്പൊ 1 കോൺസ്റ്റന്റ് ആണ്, അത് പോയി. പിന്നെ മൈനസ് p ഉണ്ട്. മൈനസ് p യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു p എന്താണ്? -1 ആണ്. സോ നമ്മൾ ഇൻറ്റു -1 ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡെറിവേഷന്റെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നോക്കിയേ, നമുക്ക് ഇവിടെ 3 ടേംസ് ഉണ്ട്. ഇതില് കോമൺ ആയിട്ടുള്ളതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാലോ. അപ്പം ഈ ടേമും അതുപോലെ തന്നെ ഈ ടേമും നോക്കാം. ഇതിൽ കോമൺ ആയിട്ടുള്ളതിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഏതൊക്കെയാ കോമൺ ആയിട്ടുള്ള ടേംസ് നോക്കിയേ. ഇവിടെ x minus np the whole raised to r ഉണ്ട് അല്ലെ? ആ സെയിം ടേം ഇവിടെ ഇല്ലേ നോക്കിയേ, x minus np the whole raised to r. അപ്പൊ നമുക്ക് ഇതിനെ രണ്ടും കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, ഇനി ഇതുപോലെ വേറെ ഏതെങ്കിലും ടേം ഉണ്ടോ? ഇവിടെ p raised to x minus 1 ഉണ്ട്. പക്ഷെ ഇവിടെ p raised to x ഉള്ളൂ. അപ്പൊ നമുക്ക് p raised to x എടുക്കാം. -1 അവിടെ p raised to -1 അവിടെ നിർത്താം. ഓക്കെ, അപ്പൊ p raised to x രണ്ടെണ്ണം കട്ട് ചെയ്യാം. അപ്പൊ അവിടെ x into p raised to -1 ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇനി വേറെ ഏതെങ്കിലും ടേം ഉണ്ടോ? അതെ, 1 minus p the whole raised to n minus x. അത് ഇവിടെ ഉണ്ട്. 1 minus p the whole raised to n minus x. അവിടെ ഒരു ഇവിടെ ഒരു -1 ഉണ്ട്. അത് നമ്മൾ കോമൺ ആയിട്ട് എടുക്കാൻ പറ്റില്ല, അതിനെ അവിടെ തന്നെ നിർത്തണം. അപ്പൊ നമുക്ക് ഇത് രണ്ടും കട്ട് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ ഇത് കട്ട് ചെയ്തത് കോമൺ ആയിട്ട് കട്ട് ചെയ്യല്ല, കോമൺ ആയിട്ട് എടുക്കാണ്. അപ്പൊ അത് കോമൺ ആയിട്ട് എടുത്തിട്ടുള്ള സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം. അതിനു മുമ്പ് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് കോമൺ ആയിട്ട് എടുക്കാത്ത ടേംസിന്. ബാക്കി ഇവിടെ എന്തൊക്കെയുണ്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. അതാ ഇവിടെ ഒരു x ഉണ്ട്, പിന്നെ ഇവിടെ ഒരു p raised to -1 ഉണ്ട്. p raised to x മാത്രമേ നമ്മൾ എടുത്തുള്ളൂ. p raised to -1 ഇപ്പോഴും അവിടെ ഉണ്ട്. പിന്നെ ഏത് ടേം ഉള്ളത്? n minus x ഉണ്ട്, അത് നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടില്ല. പിന്നെ ഒരു -1 ഇവിടെ ഉണ്ട്. പിന്നെ നമുക്കിവിടെ 1 minus p the whole raised to -1 ഉണ്ട്, അത് വിട്ടുപോകരുത്. ഇവിടെ n minus x നമ്മൾ എടുത്തു, പക്ഷെ 1 minus p the raised to -1 നമ്മൾ എടുത്തിട്ടില്ല. അപ്പൊ ഈ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഇത്രയും ടേംസ് നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടില്ല, അത് ബ്രാക്കറ്റിന്റെ പുറത്ത് വരും. അപ്പം ബ്രാക്കറ്റിൽ വരും. ഇപ്പം നമുക്ക് ആ സ്റ്റെപ്പ് ഒന്ന് നോക്കി നോക്കാം. കണ്ടോ? അപ്പൊ നോക്കിയാൽ നമ്മുടെ ഫസ്റ്റ് ടേമിന് യാതൊരു മാറ്റമില്ല, നമ്മൾ അങ്ങനെ തന്നെ എഴുതി. ചെറിയൊരു റീഅറേഞ്ചിങ് ചെയ്തിട്ടുണ്ട്, അതായത് -n into r എന്നുള്ളത് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. അത് നേരത്തെ അതിലുണ്ടായിരുന്ന തന്നെ നമ്മളത് അറേഞ്ച് ചെയ്തേ ഉള്ളൂ. ബാക്കി ആ ടേംസ് അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. പ്ലസ് നമ്മൾ കോമൺ ആയിട്ട് എടുത്ത സാധനങ്ങൾ എന്തൊക്കെയാ? x minus np the whole raised to r into p raised to x into 1 minus p the whole raised to n minus x. ഇത്രയും നമ്മൾ കോമൺ ആയിട്ട് എടുത്തു. ബാക്കി ഉണ്ടായിരുന്നത് എന്തൊക്കെയാണ്? x into p raised to -1 plus n minus x into -1 into 1 minus p raised to -1. ഇത്രയും സാധനങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് എടുത്തിട്ടില്ല. അപ്പൊ ഇത്രയാണ് കോമൺ ആയിട്ട് എടുത്തത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാനായിട്ട് നോക്കാം. ഇവിടെ ഈ p raised to -1 ഇതിനെ നമുക്ക് 1 minus p എന്നുള്ള ഫോമുല എഴുതാം.
അല്ലെ? p റേസ് ടു -1നെ നമുക്ക് 1/p എന്നുള്ള രീതിയിൽ എഴുതാം. അതുപോലെ തന്നെ ഇവിടെ p റേസ് ടു 1 - p the whole raised to -1 എന്നുള്ള ഒരു ഫോം ഉണ്ട്. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1/1 - p എന്ന് എഴുതാം. സെയിം തിങ്, രണ്ടിലും സെയിം റൂൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് എക്സ്പൊണന്റ്, അപ്പൊ അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ അങ്ങനെ എഴുതിയിട്ട് നമുക്ക് ഇതൊന്നുകൂടെ എഴുതാം. ഇവിടെ ഒന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല, കോമൺ ആയിട്ട് എടുത്ത ടേംസ് അതുപോലെ തന്നെ എഴുതി. ഇവിടെ മാത്രം നമ്മൾ p റേസ്ഡ് -1 എന്നുള്ളത് 1/p എന്ന് എഴുതി. x into 1/p minus n minus x into -1. അവിടെ ഈ -1 into n minus x ചെയ്തു, അതാട്ടോ ഇവിടെ -n minus x വന്നത്, into 1/1 - p എന്ന് വന്നു. ഓക്കെ, ഇനി ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എങ്ങനെ വരും? x/p എന്ന് വരും. x/p minus n minus x ഇവിടെ ഇൻറ്റു 1, അപ്പൊ -n minus x/1/p എന്ന് വരും. കണ്ടോ? x/p minus n minus x/1/p എന്ന് വരും. ആ സ്റ്റെപ്പ് ഞാൻ എഴുതിയിട്ടില്ല, ഞാൻ ഒന്നുകൂടെ പറയാം. ഇത് നമ്മൾ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. x into 1/p x/p എന്ന് വരും, മൈനസ് n minus x into 1/1 - p, അപ്പൊ n minus x/1 - p എന്ന് വരും. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് നമ്മൾ അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് x/p minus n minus x/1 - p എന്നുള്ള ഫോമിലായിരിക്കുമല്ലോ. അത് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x minus np/p into 1 - p എന്നുള്ള ഫോമുല കിട്ടും. ബാക്കി ഇതിലൊന്നും നമ്മൾ മാറ്റം വരുത്തിയിട്ടില്ല, അതൊക്കെ അങ്ങനെ തന്നെ എഴുതിയിരിക്കുകയാണ്. ഈ സ്റ്റെപ്പ് മാത്രം അത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇതില് നമുക്ക് ഈ പിയില് ഈ 1 - p എന്നുള്ളതിന് നമുക്ക് q എന്ന് എഴുതിക്കൂടെ? q എന്ന് പറയുന്നത് എന്താണ്? 1 - p ആണ്. അപ്പൊ നമ്മൾ ആ 1 - p നെ q എന്ന് എഴുതി. അതുപോലെ തന്നെ ഇവിടെ ഒരു x minus np the whole raised to r ഇല്ലേ? ഇവിടെ ഒരു x minus np ഉണ്ട്. സോ നമുക്ക് അതിനെ x minus np the whole raised to r plus 1 എന്ന് എഴുതിക്കൂടെ? കാരണം x minus np എന്ന് പറയുന്നത് എന്താണ്? x minus np raised to 1 ആണ്. അപ്പൊ നമുക്കത് കമ്പൈൻ ചെയ്തിട്ട് x minus np the whole raised to r plus 1 എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇൻറ്റു NCX into p raised to x into 1 - p the whole raised to n minus x into, അപ്പൊ ഇവിടെ പിന്നെ ഈ ടേം അങ്ങോട്ട് പോയില്ലോ, പിന്നെ 1/1/pq. q എങ്ങനെ വന്നതെന്ന് മനസ്സിലായല്ലോ? 1 - p. ഇനി ഈ ടേമിനെ നമ്മൾ ഇങ്ങനെ വന്നത് എങ്ങനെയാന്നുള്ള കാര്യം പറയാം. അതായത് ഇതിൽ ഈ -nr അത് മാറ്റി നിർത്താം. അത് കഴിഞ്ഞിട്ടുള്ള ടേം നോക്കി, ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോന്ന്? ഈ സെയിം ടേം ആണ് നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഡിനോട്ട് ചെയ്തിട്ടിരുന്നത്. നമ്മുടെ ഇക്വേഷൻ 1 തന്നെയാണ് ഇത്. ഇക്വേഷൻ 1ല് μr ആയിരുന്നു. ആ μrന്റെ അവിടെ μr-1 ആയിരുന്നു എങ്കിൽ ഇങ്ങനെ വന്നേനെ. μrന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ഇക്വേഷൻ 1ല് കിട്ടിയത്. അവിടെ ആ r എന്നുള്ളിടത്ത് എല്ലാം r-1 ആക്കിയാൽ നമുക്ക് ഈ ഫോമിൽ കിട്ടും. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ കൂടെ എഴുതാം? μr-1 എന്നൂടെ എഴുതാം. അപ്പൊ -nr അങ്ങനെ തന്നെ എഴുതി. പിന്നെ ഇതിനെ നമുക്ക് μr-1 എന്ന് എഴുതാം. അങ്ങനെയാണ് നമ്മൾ ഈ ഫോമിലേക്ക് എത്തിയത്. കേട്ടോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇത് പറഞ്ഞല്ലോ, സിഗ്മ x minus np the whole raised to r plus 1 വന്നതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സ്റ്റെപ്പ് ക്ലിയർ ആയല്ലോ അല്ലെ? ഇനി സെയിം അതുപോലെ തന്നെ ഇതും ഒന്ന് നോക്കിയേ. ഇതും സിമിലർ അല്ലേ? നോക്കിയേ, ഒറ്റ ഡിഫറൻസേ ഉള്ളൂ. ഇവിടെ r-1 ആണ്, ഇവിടെ r plus 1 ആണ്. അപ്പൊ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, μr plus 1 എന്ന് എഴുതാം. μr plus 1 എന്ന് എഴുതാം. ഇത് രണ്ടും ആ ഇക്വേഷൻ 1 നോക്കിയാൽ മതി. ഇക്വേഷൻ 1 എന്ന് പറയുന്നത് μr ആയിരുന്നു. അവിടെ μr-1 ഇട്ട r ഉള്ളിടത്തൊക്കെ r-1 ഇട്ട ഈ ഫോമിൽ കിട്ടും. അപ്പൊ നമുക്കത് μr-1 എന്ന് എഴുതാൻ പറ്റി. അതുപോലെ തന്നെ ഇവിടെ r plus 1 ആണ്, അപ്പൊ നമുക്കത് μr plus 1 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇതാണ്. അപ്പൊ നമ്മൾ ഇത്ര നേരം കണ്ടുപിടിച്ചുകൊണ്ടിരുന്ന എന്താണ്? ഡെറിവേഷൻ ഓഫ് μr ആണ്. അപ്പൊ d/dp μr is equal to
1/pq അതവിടെ ഉണ്ടായിരുന്നു. അതിന് നമ്മളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇൻറ്റു mu r plus 1 minus nr mu r minus 1. mu r minus 1 mu r plus 1 വന്നത് എങ്ങനെയാന്ന് മനസ്സിലായില്ലേ? മൈനസ് എൻ ആർ അവിടെ ഉണ്ടായിരുന്നു, 1/pq അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മളൊന്നും ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഈ മൈനസ് എൻ ആർ മ്യൂ ആർ മൈനസ് വണ്ണിനെ നമ്മൾ ഇക്വേഷന്റെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ പ്ലസ് ആകും. അതാണ് ഇവിടെ സംഭവിച്ചത്. ഡി ബൈ ഡി ടി മ്യൂ ആർ പ്ലസ് എൻ ആർ മ്യൂ ആർ മൈനസ് വൺ. അതുപോലെ തന്നെ 1/pq എം ആർ മൈനസ് വൺ, അതിന് ചേഞ്ച് ഒന്നുമില്ല. ഇനി നമ്മൾ ഇതില് ഈ 1/pqനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്ത് സംഭവിക്കും? ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആവും. pq ഇൻറ്റു d by dp mu r plus nr into mu r minus 1. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്തു നമ്മള് mu r plus 1 എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ റിക്കറൻസ് റിലേഷൻ എന്താ പറയാ കറക്റ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. അത് നമുക്ക് എസ് ആയിട്ടും ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മോസ്റ്റ്ലി റിക്കറൻസ് റിലേഷന്റെ ക്വസ്റ്റ്യൻ വരുന്നത് അത് ഡിറൈവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാനാണ്. Okay. Thank you.